എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷപ്രഭം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം. നമ്മൾ 2025 മാർച്ച് മാസത്തിൽ ഉണ്ടാകുന്ന മഹാശനിമാറ്റം മൂലം ഓരോ കൂറിലും പെട്ട നക്ഷത്രക്കാർക്ക് ഉണ്ടാകാവുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ചിന്തിക്കുന്നത് വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഉണ്ടാകാവുന്ന ഫലങ്ങളെക്കുറിച്ചാണ്. വൃശ്ചികക്കൂർ എന്ന് പറയുമ്പോൾ വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വിശാഖം അവസാനത്തെ പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന ഗ്രൂപ്പാണ് വൃശ്ചികക്കൂർ. ചാരവശാൽ ശനിയുടെ മാറ്റം മൂലം വൃശ്ചികക്കൂറുകാർക്ക് ഉണ്ടാകാവുന്ന ഫലങ്ങൾ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ വൃശ്ചികക്കൂറുകാർക്ക് കണ്ടകശനി കാലഘട്ടമാണ്. മാർച്ച് 29-നാണ് കണ്ടകശനി പൂർണ്ണമായും മാറുന്നത്. ശനി 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി 5-ാം ഭാവത്തിലേക്ക് രാശിമാറ്റം നടത്തുകയാണ്. അതായത് കുംഭക്കൂറിൽ നിന്നും വ്യാഴക്ഷേത്രമായ മീനം രാശിയിലേക്ക് ശനി രാശിമാറ്റം നടത്തും. അതുകൊണ്ട് തന്നെ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശനിയുടെ മാറ്റം വളരെ അനുകൂലമായ ഒരു മാറ്റമാണെന്ന് പറയാവുന്നതാണ്. 4-ാം ഭാവത്തിൽ ശനി നിന്നിരുന്നപ്പോൾ കണ്ടകശനി കാലഘട്ടമായിരുന്നു. 4-ാം ഭാവമായി പ്രധാനപ്പെട്ടു വരുന്നത് വീട്, വാഹനം, മാതാവ്, സൗഹൃദങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കണ്ടകശനി കാലഘട്ടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് കുടുംബത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ വന്ന് ഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കുടുംബ ബന്ധങ്ങൾക്കിടയിൽ ഉണ്ടാകാവുന്ന ശൈഥില്യം, അടുത്ത സൗഹൃദങ്ങൾക്കിടയിൽ പോലും ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലമുള്ള പ്രതിസന്ധികൾ, വാഹന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വാഹനം ഉപയോഗിക്കുന്നവർക്കും ഒക്കെ പലതരത്തിലുണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ വീട് പണിയൊക്കെ തുടങ്ങി കണ്ടകശനി കാലമൊക്കെ ആയപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി മൂലവും മറ്റ് പലതരം തടസ്സങ്ങൾ മൂലവും പണി പൂർത്തിയാകാതിരിക്കുന്ന അവസ്ഥകൾ എന്നിങ്ങനെ പലതരത്തിലുള്ള പ്രതിസന്ധികൾ വൃശ്ചികക്കൂറിൽപ്പെട്ട പലരും അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയാവുന്നതാണ്. ആ ഒരവസ്ഥയ്ക്ക് പൂർണ്ണമായ മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. വീട് പണിയൊക്കെ പൂർത്തിയാക്കാൻ കഴിയുന്നൊരു വർഷമാണ് 2025. കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന പ്രതിസന്ധികളൊക്കെ മാറി ഉയർന്ന ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനും നഷ്ടപ്പെട്ടു പോയ സൗഹൃദങ്ങൾ, അതുപോലെ തന്നെ അകന്നു നിന്നിരുന്ന ബന്ധുക്കൾ, ഇവരൊക്കെ വീണ്ടും വൃശ്ചികക്കൂറുകാരുമായി ബന്ധം സ്ഥാപിക്കുന്നതിനും അത്തരത്തിൽ ഉണ്ടായിരുന്ന പ്രതിസന്ധികളൊക്കെ ഏകദേശം പൂർണ്ണമായി മാറി ശനീശ്വരൻ്റെ അനുഗ്രഹം മൂലം എല്ലാം വളരെ ഗുണദായകമായി മാറുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് 2025 ഏപ്രിൽ മുതൽ മാർച്ച് അവസാനം മുതൽ വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ കടന്നു പോകാൻ പോകുന്നത് എന്ന് പറയാവുന്നതാണ്. ഉദ്യോഗസ്ഥന്മാർക്കും ഉദ്യോഗം ആഗ്രഹിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കുമൊക്കെ അനുകൂലമായ ഒരു സന്ദർഭമാണ് വരാൻ പോകുന്നത്. അതായത് ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്ക് പ്രമോഷനുകൾ, അനുകൂലമായ ട്രാൻസ്ഫറുകൾ, കുടുംബത്തിലുണ്ടായിരുന്നതും അതുപോലെ തന്നെ കർമ്മമേഖലയിലൊക്കെ ഉണ്ടായിരുന്ന പ്രതിസന്ധികളൊക്കെ ശനിയുടെ മാറ്റം മൂലം മാറിക്കിട്ടുന്നതായിരിക്കും. നിലവിൽ വ്യാഴം അനുകൂലമായ ഒരു സ്ഥിതിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ അനുകൂല ഭാവം മെയ് അവസാനം വരെ ഉണ്ടാകുന്നതായിരിക്കും. എന്നാൽ മെയ്ക്ക് ശേഷം വ്യാഴത്തിനുണ്ടാകുന്ന മാറ്റം അത്ര ഗുണദായകമല്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത് വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് പറയാം. എന്നിരുന്നാലും അതൊന്ന് കരുതിയിരിക്കണം. മെയ്ക്ക്
ശേഷം വ്യാഴം ഇപ്പോൾ ഏറ്റവും അനുകൂലമായൊരു സ്ഥാനത്താണ് നിൽക്കുന്നത്. അത് അഷ്ടമത്തിലേക്ക് മാറി സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ്. 7ാം ഭാവത്തിൽ നിന്നും 8ാം ഭാവത്തിലേക്ക് മാറുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാവുന്നതാണ്. അതിനെ തീർച്ചയായിട്ടും വൈഷ്ണവപ്രീതികരമായ കർമ്മങ്ങൾ, വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ഒക്കെ നടത്തേണ്ടതും വേണ്ട വഴിപാടുകളൊക്കെ ചെയ്തു പോകേണ്ടതുമാണ്. ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ഈ പറയുന്നത് ചാരവശാലുള്ള ഫലങ്ങളാണ്. അത് എല്ലാവർക്കും അനുഭവത്തിൽ വരുന്നതാണെങ്കിലും ഗ്രഹനിലയിലേക്ക് അനുകൂലമായ സ്ഥാനത്ത് വ്യാഴവും ശനിയും ഒക്കെ നിൽക്കുന്നവർക്ക് പറയത്തക്ക പ്രതിസന്ധികൾ ഉണ്ടാകത്തില്ല. അത് ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. ഗ്രഹനിലയ്ക്ക് ഉള്ള പ്രാധാന്യം എന്തായാലും ചാരഫലത്തിനുണ്ടാവില്ല. എങ്കിലും ചാരഫലം എല്ലാവരും അനുഭവിച്ചേ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. കണ്ടകശനി, ഏഴരശനിയൊക്കെ വരുന്നൊരു കാലഘട്ടത്തിൽ കഠിനമായ പല പരീക്ഷണങ്ങളും തീർച്ചയായിട്ടും ശനീശ്വരനിൽ നിന്നുണ്ടാകുന്നതും അവയൊക്കെ മറികടന്ന് മുമ്പോട്ട് പോകേണ്ടതുമാണ്. എന്നിരുന്നാലും ശനി ഗ്രഹനിലയിൽ അനുകൂലമായ സ്ഥാനം, അതായത് യോഗകാരി, സ്വക്ഷേത്ര ബലവാൻ, ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്നയാൾ, ആ ഒരവസ്ഥയിലൊക്കെ വരും. ഉച്ചക്ഷേത്രാധിപനായിട്ടൊക്കെ ശനി നിൽക്കുകയും യോഗകാരിയാകുകയും ചെയ്യണം. ഉച്ചക്ഷേത്രത്തിൽ നിന്നിട്ട് അനിഷ്ടസ്ഥാനത്താണെങ്കിൽ ഈ പറയുന്ന ഫലമൊന്നും ലഭിക്കില്ല. ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്നതോടൊപ്പം തന്നെ യോഗകാരിയായിട്ട് ദശമഹായോഗത്തിലുമൊക്കെ നിൽക്കുകയും വ്യാഴമൊക്കെ അനുകൂലമൊക്കെ ആണെങ്കിൽ ഇത്തരം ഘട്ടങ്ങളിൽ പോലും പറയത്തക്ക പ്രതിസന്ധികളില്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയുന്നതായി കണ്ടുവരുന്നുണ്ട്. അത് ഗ്രഹനിലയുടെ പ്രത്യേകതയാണെന്ന് പറയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഗ്രഹനില കൂടി മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്നത് ഗുണകരമായിരിക്കുമെന്ന് ഞാൻ എൻ്റെ വീഡിയോകളിൽ പലപ്പോഴും സൂചിപ്പിക്കുന്നത്. എന്തായാലും കണ്ടകശനി കാലം മാറുന്നതോടുകൂടി വൃശ്ചികക്കൂലപ്പെട്ട നക്ഷത്രക്കാർക്ക് ശനിയുടെ ദോഷവശങ്ങൾ വളരെയേറെ കുറയുന്നതും ശനി ഗുണദായകനായി മാറുന്നതുമാണ്. രോഗാതുരമായ അവസ്ഥയിൽ ഒക്കെ നിന്നിരുന്നവർക്ക് അതിന് ശമനം ലഭിക്കുന്നതായിരിക്കും. കൃഷിക്കാർക്ക്, കലാകാരന്മാർക്കൊക്കെ വളരെ ഗുണകരമായ ഫലങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ പ്രവർത്തിക്കുന്നവർക്കും കണ്ടകശനി മൂലമുണ്ടായിരുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ മാറി എല്ലാ കാര്യങ്ങളും വളരെ അനുകൂലമായി വരുന്ന ഒരു കാലാവസ്ഥയിലേക്കാണ് മാറാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ദീർഘകാലാടിസ്ഥാനത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ വൃശ്ചികക്കൂറുകാർക്ക് തുടങ്ങി വയ്ക്കാവുന്നതാണ്. കാരണം ശനിയുടെ മാറ്റം വരുന്ന 5 വർഷത്തേക്ക്, 5ലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ ഗുണകരമാണ് 6ാം ഭാവത്തിലേക്ക് മാറുമ്പോഴൊക്കെ. അപ്പോൾ 5 വർഷത്തേക്ക് ശനി വളരെ ഗുണദായകമായ ഫലങ്ങൾ നൽകുന്നതായിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെ കാര്യങ്ങളെയൊക്കെ നോക്കി വേണ്ട വിധത്തിൽ മുമ്പോട്ട് പോയാൽ ഗുണദായകമായ ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. പൊതുവെ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തടസ്സങ്ങളായിരുന്ന പല ഘടകങ്ങളും വിവാഹാദി മംഗളകർമ്മങ്ങളൊക്കെ നടക്കുന്നതായിരിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുടങ്ങിക്കിടന്നിരുന്ന വീട് പണിയൊക്കെ പൂർത്തിയാക്കാൻ സാധിക്കുന്നതായിരിക്കും. അതിനുള്ള സാമ്പത്തികങ്ങളൊക്കെ വന്നു ചേരുന്നതായിരിക്കും. അതുപോലെ തന്നെ അനുകൂലമായ ട്രാൻസ്ഫറുകൾ, ഉദ്യോഗസ്ഥന്മാർക്ക് പ്രൊമോഷനുകൾ, ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ, വിദ്യാർത്ഥികൾക്ക് ഉയർന്ന പഠനത്തിനുള്ള സാധ്യതകളൊക്കെ തെളിയുന്നതായിരിക്കും. എങ്കിലും വ്യാഴമാറ്റം വരുമ്പോൾ അതുകൂടി പരിഗണിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകണമെന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്തായാലും പൊതുവേ ഗുണകരമായ ഒരു വർഷമാണ് 2025 എന്ന് പറയാം. ഒപ്പം ശനീശ്വര പ്രീതികരമായ കർമ്മങ്ങൾ, ശാസ്താവിന് നീരാഞ്ജനം ചെയ്യുക, ഒപ്പം ശബരിമല ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ കഴിയുന്നവർക്ക് ശബരീശ്വരനെ പ്രീതിപ്പെടുത്തി ശാസ്താ ക്ഷേത്രത്തിലെ വഴിപാടുകളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോയാൽ ശനീശ്വരൻ്റെ പ്രീതി കൂടുതൽ ലഭിക്കുന്നതായിരിക്കും. ഒപ്പം ശനീശ്വര മന്ത്രം ജപിക്കുക. ഒപ്പം അവരവർ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായ കർമ്മങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോയാൽ തീർച്ചയായിട്ടും 2025 വർഷം ഏറ്റവും ഗുണദായകമായിരിക്കും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു പോവുക. ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മടിക്കാതിരിക്കുക. നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമായി വീണ്ടും കാണും വരെ ഏവർക്കും നന്ദി, നമസ്കാരം.